സൺഡേ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസമാണ് സൺഡേ. സൺഡേ ഹോളിഡേ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരു ശരാശരി ജോലിക്ക് പോകുന്ന വീട്ടമ്മയ്ക്ക് ഏറ്റവും അധികം പണിത്തിരക്ക് ആ ദിവസമാണ്. ആഴ്ചയിലൊരിക്കൽ വീണ് കിട്ടുന്ന ഒഴിവ് ദിവസം. പക്ഷേ അത് തെറ്റല്ലേ? ജോലിക്ക് പോയില്ലേലും വീട്ടമ്മമാർക്ക് സൺഡേ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. എൻ്റെ അവസ്ഥയാണ് കേട്ടോ. അണ്ണൻ അന്നാണ് വീട്ടിലിരിക്കുന്നത്. പക്ഷേ എന്തോ ചെയ്യാനാ, അത് അന്ന് കുറെ കൂടി തിരക്കുള്ളൊരു ദിവസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം എന്നെ ഇവിടെ കാണാതെ കുറേ പേര് എന്നെ അന്വേഷിച്ചു. എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ആർക്കും റിപ്ലൈ തരാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല എൻ്റേത്. ഹെൽത്ത് കൊണ്ട് ഓക്കെയാണ്. പക്ഷേ അതിനേക്കാട്ടിൽ ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഏറ്റവും എൻഗേജ്ഡായ ദിവസങ്ങളാണ് കടന്നുപോയത്. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോള് 5ലാണ് പഠിക്കുന്നത്. ആള് വലിയ കൊച്ചായി. എന്താ അല്ലേ? ഞാനൊക്കെ 8ാം ക്ലാസ്സിലായിരുന്നു. മോള് പെട്ടെന്നാണ് ഇങ്ങനൊരു 5ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക്. ആ ഒരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ട് എന്നും അറിയില്ല. പക്ഷെ എൻ്റെ ആ ഒരു നിമിഷമുണ്ടല്ലോ, സർവവും മറന്നുപോയൊരു നിമിഷമായിരുന്നു. ഞാൻ സത്യത്തിൽ എൻ്റെ ചാനൽ പോലും തുറന്നു നോക്കാറില്ലായിരുന്നു. നിങ്ങളെ മറന്നുപോയതല്ല കേട്ടോ, സ്റ്റോറി ഇടാവുന്ന ആ ഒരു സമയം എനിക്ക് പക്ഷേ എടുത്ത് ഇങ്ങനെ കമൻസ് നോക്കാനോ റിപ്ലൈ തരാനോ ഒന്നും കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെന്താ പറയുക, 2-3 ദിവസം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. 1-ാം തീയതി ആയിരുന്നു സംഭവം. ഇപ്പം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ സൺഡേ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അതും ആൾക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി ആർഭാടമായ ഫംഗ്ഷനൊന്നുമല്ല, ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടുകാരും അമ്മയും അച്ഛനും മാത്രം ചേരുന്ന ഒരു ചടങ്ങ് അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ, ടെൻഷൻ അടിപ്പിക്കാതെ 1-2 പാർട്ട് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹിക്കുന്നെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ടാണ് ഇന്ന് ഈ സ്റ്റോറി ഇപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് വോയിസ് കൊടുക്കാനുള്ള കാരണം. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പുറത്താട്ടോ. അകത്ത് അണ്ണൻ്റെ അമ്മയും അച്ഛനും എൻ്റെ വീട്ടിലെയും എല്ലാവരും ഇരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് മുങ്ങിയതാ. അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് അവരൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയം ദേ പുറത്ത് കാറിനകത്ത് വന്നിട്ടാണ് ഇന്ന് വോയിസ് കൊടുക്കുന്നത്. എന്തെങ്കിലും ശബ്ദത്തിൻ്റെ ഇറിറ്റേഷൻസോ മറ്റുള്ളവരുടെ സംസാരത്തിൻ്റെ ഇതൊക്കെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ. ഇന്നിപ്പോൾ ബഹളമായിരിക്കുമല്ലോ, അറിയാലോ, ആൾക്കാരൊക്കെ കൂടുമ്പോൾ ഉള്ളൊരവസ്ഥ. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ തീർത്തുമല്ലേ. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ദേവു രാവിലെ 6 മണിയോടെ എഴുന്നേറ്റു. എന്നും 5 മണിയാണ് പതിവെങ്കിലും ഞായറാഴ്ച കുറച്ച് കൂടുതൽ അവൾ ഉറങ്ങും. താരുവിനെയും വിളിച്ചുണർത്തി അവൾ കാപ്പിയിട്ടു. കോഫിയും കുടിച്ച് കുറച്ചു നേരം അമ്മയോട് സംസാരിച്ച് രാവിലത്തെ ജോലിയൊക്കെ ഒതുക്കി ഷോപ്പിംഗ് ആവാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ നിരഞ്ജൻ വിളിക്കുന്നത്. ദേവു, ഓഫീസിൽ വർക്കുണ്ട്, വേഗം വായോ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ പല്ല് കടിച്ചുപോയി. ഞായറാഴ്ച പോലും സ്വസ്ഥത തരാത്ത കാലമാടൻ. വേറെ വഴിയില്ലാതെ ദേവു റെഡിയായി. താരു അവനെ കുറേ ചീത്ത വിളിച്ചിട്ട് ദേവുവിനോട് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാര്യമായ കാര്യമില്ലാതെ നിരഞ്ജൻ വിളിക്കില്ല എന്നൊരു ചിന്തയിൽ അവൾ പോകാനിറങ്ങി. ക്യാബ് ബുക്ക് ചെയ്ത് ഓഫീസിലെത്തിയപ്പോഴേക്കും നേരം 10ആയി. റിസപ്ഷനിലോ മെയിൻ ഏരിയയിലോ ആരെയും കാണാത്തതുകൊണ്ട് ലേശം പരുങ്ങലോടെയാണ് അവൾ നിരഞ്ജന്റെ ക്യാബിനിലേക്ക് നോക്ക് ചെയ്തത്. അകത്ത് നിരഞ്ജനൊപ്പം മറ്റൊരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു. ഫോർമൽ ഷർട്ടൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് ഒരു ടെക്നീഷ്യനെ പോലെ തോന്നിക്കുന്ന ഒരാൾ. വാ ദേവു, ഇത് കിരൺ. നിരഞ്ജൻ സംശയത്തോടെ നിൽക്കുന്ന അവളെ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ ലാപ്ടോപ്പിൽ നിന്ന് തലയുയർത്തി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ സർ, ഞാൻ വർക്ക് തുടങ്ങട്ടെ. അങ്ങനെ പറഞ്ഞവൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ദേവു കാര്യം മനസ്സിലാകാതെ നിരഞ്ജനെ നോക്കി ചോദിച്ചു. എന്താ മാഷേ, ആരാ അയാൾ? പുതിയ സ്റ്റാഫാ? നിരഞ്ജൻ ചിരിയോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടന്നു വന്ന് പറഞ്ഞു. അല്ല പെണ്ണെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നോട്, നമുക്ക് മിസ്സായ പല ഫയലും ഇവിടെ നിന്ന് ആരോ ഒറ്റിയതാണെന്ന്. അതെല്ലാം NN ഗ്രൂപ്പ്സിന് മെയിൽ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മെയിൽ ഐഡിയിൽ നിന്നാണ്. അപ്പോൾ ആരോ കൂടെ നിന്ന് ചതിക്കുന്നുണ്ട്. അതൊന്ന് ടെസ്റ്റ് ചെയ്യാനാ
അവനെ വിളിച്ചത്. ദേവു അമർത്തിയൊന്ന് മൂളി. എങ്കിലും അവളിൽ സംശയം വിട്ടു മാറിയിരുന്നില്ല. നിരഞ്ജൻ, ഇതെന്താ ഓഫ് ഡേയിൽ, വർക്കിംഗ് ഡേയിൽ പോരായിരുന്നോ? അവൾ ചോദിക്കുന്നത് കേട്ട് അതേ ചിരിയോടെ അവൻ പറഞ്ഞു. ദേവു, ഇവിടെയുള്ള സ്റ്റാഫ്സ് എല്ലാം അച്ഛൻ അപ്പോയിന്റ്മെന്റ് ചെയ്തവരാണ്. ഞാനവരെ എങ്ങനെയാ സംശയിക്കുക? ദേവു കൂടുതലൊന്നും പറഞ്ഞില്ല. താരുവിന്റെ കാര്യവും ദേവന്റെ വിശേഷങ്ങളുമൊക്കെ പറഞ്ഞ് അവർ അങ്ങനെ ഇരുന്നു. ഏകദേശം ഉച്ചയായപ്പോഴേക്ക് കിരൺ ജോലി തീർത്തു. അവർക്കടുത്തേക്ക് വന്നു. സർ, ഇവിടുത്തെ 37 സിസ്റ്റവും ചെക്ക് ചെയ്തു. നത്തിങ്, ഒന്നുമില്ല. അവൻ പറയുന്നത് കേട്ട് നിരഞ്ജൻ നിരാശനായി. സർ, ഇനി സാർ വേണ്ടെന്ന് പറഞ്ഞ 3 സിസ്റ്റം കൂടിയുണ്ട്. അത് ചെക്ക് ചെയ്യണോ? കിരൺ ചോദിക്കുന്നത് കേട്ട് നിരഞ്ജൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. കിരൺ, തന്റെ പേയ്മെന്റ് പറഞ്ഞോളൂ, ഞാൻ ജിപേ ചെയ്യാം, നിരഞ്ജൻ പറഞ്ഞു. അപ്പോഴും ദേവ് ഒന്നും സംസാരിച്ചില്ല. കിരൺ പോയി കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ഏതാ ഈ 3 സിസ്റ്റം? ഒന്ന് എന്റേത്, ഒന്ന് കുറുപ്പങ്കളുടെ, പിന്നെ നിന്റേത്. അവൻ പറയുന്നത് കേട്ട് അവളിൽ കുസൃതി നിറഞ്ഞു. എന്നെ അത്രയ്ക്ക് വിശ്വാസ? അവളുടെ ആ ചോദ്യം കേട്ട് നിരഞ്ജൻ പതിയെ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് ചെന്നു. ഒരു നിമിഷം അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. അവനെ തന്നെ നോക്കി നിന്നിരിക്കുന്ന അവളെ ഇറുകെ ഒന്ന് പുണർന്നു. ദേവു അവന്റെ ആ നീക്കം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവന്റെ ടെൻഷൻ ഒന്ന് മാറുവാൻ ആ ആലിംഗനം വളരെയധികം സഹായിച്ചു. എന്നാൽ അവരുടെ പ്രണയമില്ലാതാക്കാൻ ശക്തിയുള്ള വലിയ ആയുധം അവിടെ തന്നെ ഉണ്ടാവുമെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ വൈകിട്ട് പോവാ തറവാട്ടിലേക്ക്. ഞാൻ ട്രെയിനിലാ പോണേ. ഓരോ തവണ ട്രെയിനിൽ കയറുമ്പോഴും എനിക്ക് നിന്റെ കൂടെയുള്ള ആ രാത്രി ഓർമ്മ വരും ദേവു. അവളിൽ നിന്ന് അകന്നു മാറി അവൻ പറയുന്നത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ഇനി എന്നാ വരിക? മറുചോദ്യം കേട്ടവൻ പറഞ്ഞു. കൂടിപ്പോയാ ഒരാഴ്ച. അതുവരെ എന്റെ ഈ കമ്പനി ഒന്ന് നോക്കിക്കോണേ. ദേവു ചിരിയോടെ തലയാട്ടി. കേരളം. തെക്കേടത്ത് തറവാടിന് മുന്നിൽ നിരഞ്ജൻ വരുമ്പോൾ എല്ലാവരും മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. മീനാക്ഷിയമ്മ ആരതി തൊട്ട് ഒഴിഞ്ഞ് കുറിയും തൊട്ടവനെ അകത്തേക്ക് ക്ഷണിച്ചു. വല്യച്ഛന്റെയും വല്യമ്മയുടെയും കൂടെ ചിരിച്ച മുഖത്തോടെ അതിലേറെ സന്തോഷത്തോടെ നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും കാണവേ അവന്റെ ഉള്ളിലും സന്തോഷം അലയടിച്ചു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു കാഴ്ച. കാശിക്കൊപ്പം ചിരിച്ചു വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോഴാണ് കയ്യിൽ ചായക്കപ്പുമായി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവൾ വന്നത്. സാധാരണ പോലെ നിരഞ്ജൻ ചെറുചിരിയോടെ ചായ കയ്യിലെടുത്തു. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനും അവൻ മറന്നില്ല. എന്നാ സാന്ദ്രയുടെ ദുരുദ്ദേശം അവനറിയില്ലല്ലോ. അവളാകട്ടെ അവന്റെ പുഞ്ചിരിയിൽ മതി മറന്നങ്ങ് നിന്നുപോയി. എന്നാ ചെറുപ്പം മുതലേ സാന്ദ്രയുടെ സ്വഭാവം ശരിക്കറിയാവുന്ന കാശിക്കാകട്ടെ അവളുടെ ഉദ്ദേശം വേഗം പിടികിട്ടി. അടുത്ത ഇര നിരഞ്ജനാണ്. എന്നെ കണ്ണേട്ടന് മനസ്സിലായോ? കൊഞ്ചലോടെ അവൾ ചോദിക്കുന്നത് കേട്ടതും നിരഞ്ജൻ മനസ്സിലാകാതെ കാശിയെ ഒന്ന് നോക്കി. വാസുദേവനും ജയദേവനും പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ഭദ്രപ്പച്ചിയുടെ മോള സാന്ദ്ര. നിരഞ്ജൻ മനസ്സിലാകാതെ നോക്കുന്നത് കണ്ട് കാശി അവളെ അവന് പരിചയപ്പെടുത്തി. അങ്ങും ഇങ്ങും കുറെ പിന്നും കുത്തി ധാവണിയൊക്കെ ഉടുത്താണ് സാന്ദ്രയുടെ നിൽപ്പ്. ജനിച്ചന്നു മുതലുള്ള ഉടുപ്പുകൾ കളയാൻ മടിച്ച് ഇപ്പോഴും ഇടുകയാണെന്ന് തോന്നും. ആ വിധമുള്ള വേഷം മാത്രം ധരിക്കുന്ന സാന്ദ്രയുടെ ആ കോലംകെട്ടലിൽ കാശിയുടെ കണ്ണൊന്ന് വലുതാവാതിരുന്നില്ല. 2-3 ദിവസമായി ദേവയാനിയുടെ പിറകെ അമ്മായി അമ്മായി എന്ന് വിളിച്ച് നടന്നപ്പോഴും അവന് സംശയം കത്തിയതാണ്. ഇപ്പൊ ഉറപ്പായി സാന്ദ്ര വല വിരിച്ചു കഴിഞ്ഞു. ഇനി നിരഞ്ജനയും കൊണ്ടേ മടക്കമുണ്ടാകൂ. ദേവൻ ഫ്ളാറ്റിലെത്തുമ്പോഴേക്കും രാത്രി നന്നേ വൈകിയിരുന്നു. പതിവ് പോലെ വാതിൽ തുറന്നത് നിതാരയാണ്. അവന് മാത്രം സമ്മാനിക്കാറുള്ള പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു, ഇന്ന് പതിവിലും താമസല്ലോ, എന്തു പറ്റി? അതിനവനൊന്ന് പുഞ്ചിരിച്ചു. ക്ഷീണം മുഴുവൻ ഒളിപ്പിച്ച പുഞ്ചിരി. ഓട്ടമൊക്കെ തീർന്നടോ, മറ്റന്നാൾ എന്റെ സ്വപ്ന സംരംഭത്തിന്റെ ഉദ്ഘാടനമാണ്. അവനത് പറയെ അവളും സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. അധികം സംസാരിക്കാറില്ലെങ്കിലും ദേവുവിനെ പോലെ തന്നെ പ്രിയപ്പെട്ടവനാണ് അവൾക്ക് ദേവനും. ദേവു കിടന്നു. ദേവ്, എന്തോ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അതിന്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു. അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് തലയാട്ടി. താൻ പോയി കിടന്നോടോ, എനിക്കും നല്ല ക്ഷീണമുണ്ട്. ദേവൻ വാതിൽ പൂട്ടിക്കൊണ്ട് പറഞ്ഞു. നിതാര അവനെ ഒന്നുകൂടി നോക്കിയിട്ട് മുറിയിലേക്ക് പോയി. നിരഞ്ജനെ മാത്രം ഓർത്തുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് ദേവു നിദ്രയെ പുൽകുകയായിരുന്നു. നിന്നിൽ മാത്രമാണ്
ഞാൻ പൂർണ്ണമാകുന്നത് നിന്നിൽ മാത്രം. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ദേവു ഫോണിലൂടെ മധുരമായി പാടുകയാണ്. അതിന്റെ ഇങ്ങേ തലയ്ക്കൽ നിരഞ്ജൻ അത് ആസ്വദിച്ചിരിപ്പുണ്ട്. അവളത് ഈണത്തിൽ പാടി നിർത്തിയപ്പോൾ അവനൊരു കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിച്ചു പറഞ്ഞു, പാട് ദേവു, ഒരു വട്ടം കൂടി പ്ലീസ്. അയ്യടാ, മോൻ ഇങ്ങനെ പാട്ടും കേട്ടിരുന്നാ മതിയല്ലോ. എനിക്ക് ഓഫീസിൽ പോകാൻ നേരായി. ഇല്ലേ, ഒരാഴ്ച കഴിഞ്ഞിങ്ങ് വരുമ്പോൾ ഒരു ലോഡ് വർക്കുണ്ടാവും കേട്ടോ. ദേവു കലിയോടെ മറുപടി പറഞ്ഞു. ഓ പിന്നെ, ഒരാഴ്ച. ഞാൻ ഇന്ന് തന്നെ വണ്ടി കയറിയാലോ എന്ന് ആലോചിക്കുക. നിരഞ്ജൻ അവളെ കാണാൻ കഴിയാത്ത സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ട് അമർത്തി ഒന്ന് പുഞ്ചിരിച്ചവൾ പറഞ്ഞു, നാളെയാ ദേവന്റെ പുതിയ സ്റ്റാർട്ടപ്പ് ഇനാഗുറേഷൻ. അമ്മയൊക്കെ വൈകിട്ട് വരും. നിരഞ്ജൻ ഇവിടെ ഇല്ലല്ലോ. സാരല്ലെന്നേ, അളിയന്റെ കമ്പനിക്ക് എന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും. നിരഞ്ജന്റെ അളിയൻ എന്ന പ്രയോഗം കേട്ട് അവൾ ഒന്ന് ചിരിച്ചുപോയി. നിതാര കുളിച്ചിറങ്ങുന്നത് കണ്ടവൾ വേഗം നിരഞ്ജനോട് പറഞ്ഞു ഫോൺ വച്ചു. അവൾ കാണാതെ വേണം അവനോടൊന്ന് സംസാരിക്കാൻ. ഇല്ലെങ്കിൽ നിതാരയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. കോള് കട്ടായതും ചെറുപുഞ്ചിരിയോടെ ഫോൺ നെഞ്ചിൽ ചേർത്ത് വച്ചങ്ങനെ കട്ടിലിൽ മലർന്നു കിടന്നപ്പോഴാണ് വാതിലിനിടയിലൂടെ ഒരു കൈ ഉള്ളിലേക്ക് വന്നത്. കുപ്പിവളയിട്ട് ആ കൈവിരലുകൾ ഞൊടിക്കുന്നത് കണ്ടവൻ സംശയത്തോടെ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് ചെന്നു. ചെറുതായി തുറന്നു കിടന്നിരുന്ന വാതിൽ തുറന്നപ്പോൾ പുറത്ത് കൃത്രിമമായി ഉണ്ടാക്കിയ നാണവും വാരിത്തൂകി സാന്ദ്ര നിൽപ്പുണ്ടായിരുന്നു. അവൾ അവനെ കണ്ട് നിലത്തേക്ക് മിഴിയൂന്നി പറഞ്ഞു, ചായ തരാൻ വന്നതാ കണ്ണേട്ടാ. എന്താണ് പറയേണ്ടതെന്നറിയാതെ ഒരവിഞ്ഞ ഭാവത്തോടെ അവൻ ചായക്കപ്പ് കയ്യിൽ വാങ്ങി വരുത്തിക്കൂട്ടി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ കണ്ണേട്ടന് വേണ്ടിയിട്ട ചായയാ. അവളാണെങ്കിൽ പോകാൻ ഒരു ഉദ്ദേശവുമില്ലാതെ അവിടെ നിന്ന് തന്നെ ചവിട്ടുനാടകം കളിക്കുകയാണ്. നിരഞ്ജനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ പാടെ നിൽക്കുന്ന കോലമായതുകൊണ്ട് അവളെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അവൻ ചോദിച്ചു, അമ്മ എവിടെ സാന്ദ്ര? അമ്മായി താഴെയുണ്ട് കണ്ണേട്ടാ. അവളാ പറഞ്ഞത് കേൾക്കണമെങ്കിൽ അവൻ പോയി അവളുടെ വായ്ക്കുള്ളിൽ കയറിയിരിക്കണം. അത്രയും പതുക്കെ. ഒന്ന് മൂളിക്കൊണ്ട് നിരഞ്ജൻ പതിയെ ആ വാതിലങ്ങ് ചേർത്തടച്ചു. സാന്ദ്ര അയ്യോ, ഇത്ര വേഗം വാതിലടച്ചോ എന്ന ഭാവത്തിൽ തിരിഞ്ഞു നടന്നു. എന്നാൽ ഈ നാടകവും കണ്ടുകൊണ്ടാണ് കാശി രാവിലെ ജോഗിങ് കഴിഞ്ഞു വന്നത്. സാന്ദ്രയുടെ വേഷം കണ്ട് ഇന്നലെയേ അവന് തലയിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ 10 മണിക്ക് മാത്രം ഉറക്കം എഴുന്നേൽക്കുന്നവൾ കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കുന്നു. അതും പടക്കം പോലെ ഉച്ചത്തിൽ സംസാരിക്കുന്നവൾ പതിയെ, വളരെ പതിയെയാണ് സംസാരിക്കുന്നത് പോലും. ഇത് സംഗതി ഗുരുതരമാകും. നിരഞ്ജനൊരു മുന്നറിയിപ്പ് കൊടുത്തേ തീരൂ. കാശി മനസ്സിലോർത്തുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. നിരഞ്ജന് രാവിലെ ദേവ് സമ്മാനിച്ച മധുരം പകുതി സാന്ദ്ര കൊണ്ടുപോയിരുന്നു. അതിൽ വിഷമിച്ചങ്ങനെ നിന്നപ്പോഴാണ് വീണ്ടും വാതിലിൽ മുട്ടുകേട്ടത്. അവൻ ഈർഷ്യയോടെ വാതിൽ തുറന്നു. അമ്മയാണ് മുന്നിൽ, ചായക്കപ്പുമായി. അവൻ മന്ദഹാസത്തോടെ അത് വാങ്ങിയിട്ട് പതിയെ പറഞ്ഞു, ചായ കിട്ടിയല്ലോ അമ്മ എനിക്ക്. ആണോ, കിട്ടിയോ? ചുമ്മാതല്ല, ഞാൻ ആദ്യം ഇട്ടുവച്ചിരുന്ന ചായയിൽ ഒരു കപ്പ് കാണാനില്ലായിരുന്നു. നീ താഴെ കിച്ചണിൽ വന്നെടുത്തോ. ദേവയാനി പറയുന്നത് കേട്ട് അവനൊന്ന് കണ്ണുമിഴിച്ചു. ദേ, ആ ഇരിക്കുന്നത് കണ്ടോ, ഇപ്പൊ സാന്ദ്ര കൊണ്ട് തന്നതാ. നിരഞ്ജൻ മേശപ്പുറത്തേക്ക് നോക്കി ചൂണ്ടിക്കാണിച്ചു. അതൊന്ന് നോക്കിയിട്ട് ദേവയാനി പറഞ്ഞു. പതിവില്ലാതെ അടുക്കളയിൽ കിടന്ന് കറങ്ങിയപ്പോഴേ ഏട്ടത്തി പറഞ്ഞു എന്തോ ഉണ്ടെന്ന്. ഇപ്പൊ ഉറപ്പായി. വലുതെന്തോ അവളുടെ മനസ്സിലുണ്ട് കേട്ടോ, നീ ഒന്ന് സൂക്ഷിച്ചോ. ദേവയാനി അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. സുഭദ്രയുടെ ബാക്കിയാണ് സാന്ദ്ര എന്ന് നേരത്തെ തന്നെ രേണുക മുന്നറിയിപ്പ് കൊടുത്തിരുന്നല്ലോ. എല്ലാവർക്കും ചായ എടുത്ത് ട്രേയിൽ വെച്ചിട്ട് ബാക്കി പാൽ ഫ്രിഡ്ജിൽ വെക്കാനായി തിരിഞ്ഞ നേരം കൊണ്ട് ഒരു കപ്പും ഒപ്പം അടുക്കളയിൽ താളം പിടിച്ച് നിന്നവളും കാണാതായപ്പോൾ പറഞ്ഞതാണ്. എന്താ ഏതാ എന്നൊന്നും വ്യക്തമായില്ലെങ്കിലും നിരഞ്ജൻ 2 ചായക്കപ്പുകളും മേശപ്പുറത്ത് വെച്ചിട്ട് വാഷ്റൂമിലേക്ക് കയറി. തെക്കേടത്ത് തറവാട്ടിൽ രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. നല്ല ചൂടിഡലിയും സാമ്പാറും, അതിനൊപ്പം തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി കൂടി ആയപ്പോൾ കുശാലായി. എല്ലാവരും അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് മീനാക്ഷി അമ്മ ആ ബോംബ് പൊട്ടിച്ചത്. കല്യാണം, എത്രയും വേഗം കൊച്ചുമക്കളുടെ കല്യാണം നടത്തണം. കാശിക്ക് ഈ ചിങ്ങത്തിൽ 30 ആകും, കണ്ണനോ 28 ആകും. സാന്ദ്രയും നിതമോളും ഉണ്ടല്ലോ, അവരുടെ കാര്യവും പെട്ടെന്ന് തീരുമാനമാക്കണം. നിതമോളോട് എത്രയും വേഗം തിരക്കൊക്കെ തീർത്ത് ഇങ്ങോട്ട് വരാനും പറയണം കേട്ടോ. പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത സന്തോഷത്തിൽ വീണ്ടും ഇഡലി കഴിക്കുന്ന അച്ചമ്മയെ കാശിയും നിരഞ്ജനും നോക്കിയിരുന്നു പോയി.
എന്നായാലും കേൾക്കേണ്ട തീരുമാനം ഇത്ര വേഗമായി പോയോ എന്നുള്ള ചിന്തയാണ് വാസുദേവനും ദേവയാനിക്കും. എന്നാൽ കഴിഞ്ഞ 2 കൊല്ലമായി കാശിയെ നിർബന്ധിക്കുന്ന തിരക്കിലായിരുന്ന രേണുകയ്ക്കും ജയദേവനും അതൊരാശ്വാസമായി. കൊച്ചുമക്കളിൽ അവനാണല്ലോ മൂത്തത്. എന്നാൽ മുൻകൂട്ടി തയ്യാറാക്കി വച്ചതുപോലെ സുഭദ്ര ഒരു കരച്ചില്, മുളത്തണ്ട് ചീകും പോലെ ഒരൊച്ച. എല്ലാവരും പകച്ച് അവരെ തന്നെ നോക്കി. എന്താ ഭദ്രേ, നീ എന്തിനാ കരയണത്? മീനാക്ഷിയമ്മ ചോദിക്കുന്നത് കേട്ട് സുഭദ്ര വരുത്തി കൂട്ടിയ കണ്ണുനീർ തുടച്ചു പറഞ്ഞു. എനിക്കാകെ എന്റെ മോളല്ലേ ഉള്ളൂ, അവളെ പിരിയുക എന്നോർത്തപ്പോ എനിക്ക് സഹിക്കണില്ല അമ്മേ. അതിനിപ്പോ എന്താ? സാന്ദ്രയെ പുറത്തുവിടാൻ വയ്യെങ്കി വേണ്ട ഭദ്രേ. തറവാട്ടിൽ 2 ആൺതരികളില്ലേ, രണ്ടും അവളുടെ മുറച്ചെറുക്കൻ തന്നെയല്ലേ, അവരിൽ ആരെങ്കിലും ആയിക്കോട്ടെ. ഇത്തവണത്തെ മീനാക്ഷിയമ്മയുടെ പ്രസ്താവനയിൽ നിരഞ്ജനും കാശിയും വെള്ളം കുടിച്ചുപോയി. SVN ഇവന്റ് മാനേജ്മെന്റ്. ദേവന്റെയും വരുണിന്റെയും നന്ദന്റെയും അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലം. മൂവരുടെയും സ്വപ്നം, കഠിനാധ്വാനം. വർണ്ണാലങ്കൃതമായ വിശാലമായ 2 നില കെട്ടിടത്തിന്റെ മുൻവശത്ത് ഭംഗിയായി കൊത്തിയ SVN ഇവന്റ്സ് എന്ന ബോർഡ് അലങ്കാരമായി തൂങ്ങിക്കിടന്നു. പ്രദേശത്തുള്ള പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം വളരെ മനോഹരമായാണല്ലോ അവർ പ്ലാൻ ചെയ്തത്. അത്യാവശ്യം ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ തിരക്കിട്ടോടി നടക്കുന്ന ദേവനും വരുണും നന്ദനും. 3 പേരും ഫോർമൽ ഷർട്ടും ജീനുമാണ് വേഷം. നന്ദൻ ഓഫ് വൈറ്റ് ഷർട്ടാണെങ്കിൽ വരുൺ ലൈറ്റ് ബ്ലൂ കളറിലെ ഷർട്ടാണ്. ദേവനോ ഗ്രേ കളറിലെയും. വർഷ രാവിലെ തന്നെ വന്നിരുന്നു. അതിഥികൾക്കുള്ള ചെയറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ വരുൺ കൊണ്ടുവന്ന് കൊടുത്ത ജ്യൂസ് ഒരല്പം പോലും കുറയാതെ അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഇരിപ്പ് കണ്ടാലേ മനസ്സവിടെയെങ്ങും അല്ലെന്നറിയാം. വരുണിന്റെ ചെറിയ വിജയത്തിൽ പോലും സന്തോഷിക്കുന്നവളാണ്. അവന്റെ കൈ അനങ്ങുന്നതും കാൽ വളരുന്നതും നോക്കിയിരുന്നവളാണ്. പക്ഷെ ഇപ്പോഴോ അവന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ ആദ്യ പടി ചവിട്ടുമ്പോൾ ഉള്ളു തുറന്നൊന്ന് സന്തോഷിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. മനസ്സാകെ മരവിച്ചു പോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജിതിനെ അവസാനമായി കണ്ടത്. ഇനിയൊരിക്കലും കാണുകയുമില്ല അവനെ. അത്രയേറെ നൊന്തു കഴിഞ്ഞു അവളുടെ മനസ്സ്. കുട്ടിക്കാലം മുതൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടത് മുതൽ എങ്ങനെയും വരുണിനെ വളർത്തിയെടുക്കണമെന്ന ചിന്തയോടെയാണ് അവനേക്കാൾ 6 വയസ്സ് മൂപ്പുള്ള വർഷ വളർന്നു തുടങ്ങിയത്. അതിനുവേണ്ടിയാണ് പഠിക്കുന്ന കാലം തൊട്ടേ പാർട്ട് ടൈം ജോലിക്ക് കൂടെ പോയി തുടങ്ങിയത്. ഒടുവിൽ IT ഫിർമിൽ ജോലി കിട്ടിയപ്പോൾ ഒരുവിധം ജീവിതം കരക്കടിഞ്ഞുവെന്ന് കരുതിയതാണ്. അപ്പോഴാണ് കോളേജിൽ പഠിക്കുന്ന വരുൺ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എതിരെ വന്ന കാറിടിച്ച് ക്രിട്ടിക്കലായി ഹോസ്പിറ്റലാവുന്നത്. ദേവനും ദേവവും നാട്ടിലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നന്ദന്റെ അച്ഛനോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യൻ. ഉടനെ സർജറി ചെയ്തില്ലെങ്കിൽ വരുൺ പിന്നെ നടക്കില്ലത്രേ. അന്നാ സർജറിക്ക് വേണ്ട 50 ലക്ഷം തന്ന് സഹായിച്ചത് പെട്ടെന്നൊരു ദൈവത്തെ പോലെ വന്ന ജിതിനായിരുന്നു. ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. ഡോക്ടർ വന്നറിയിച്ചതാണ് ഇങ്ങനെ ഒരാൾ സഹായിക്കാൻ മനസ്സുമായി വന്നിട്ടുണ്ടെന്നും. പകരം എവിടേക്കോ ഒപ്പിട്ട് കൊടുക്കാനും പറഞ്ഞു. അന്നേരത്തെ വെപ്രാളത്തിൽ വരുൺ മാത്രമേ ഉള്ള മനസ്സിലുണ്ടായിരുന്നു. വരുണിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവൻ നടക്കാറായതിനു ശേഷമാണ് വർഷ പിന്നെ ജിതിനെ കാണുന്നത്. ഏതാണ്ട് 1 വർഷത്തിന് ശേഷം. അതും തികച്ചും യാദൃശികമായി. അല്ല, അങ്ങനെ തോന്നിപ്പിച്ചു അവൻ. ഒരു കോഫി ഷോപ്പിൽ വെച്ച് സ്വാഭാവികമായും പോലെ പരിചയം പുതുക്കിയവൻ അവളോട് പറഞ്ഞു ഒരു വലിയ നുണക്കഥ. തനിക്കൊരു സഹോദരി ഉണ്ടെന്നും അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നെന്നും അവസാനം ആ പയ്യൻ ചതിച്ചവളിപ്പോൾ മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെന്നും അമ്മയില്ലാത്ത അവളോടൊരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കണമെന്നും അവൻ ആവശ്യപ്പെട്ടു. അവനൊപ്പം അന്ന് അനിയത്തിയെ കാണാൻ പോയപ്പോൾ അവൻ കാണിച്ചു തന്നതോ നിതാരയെ. ആദ്യമൊക്കെ അവൾ ദേഷ്യപ്പെടുമായിരുന്നു. പതിയെ പതിയെ അവൾ സംസാരിച്ചു, കരഞ്ഞു. ഇതിനിടയ്ക്ക് വീണ്ടും വീണ്ടും അവൻ പണം തന്നു. ഒരിക്കൽ പോലും പണം കയ്യിൽ തന്നിട്ടില്ല. എപ്പോഴും ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് അവനിഷ്ടം. പക്ഷെ പിന്നീട് അവനെ വർഷയുടെ ഭർത്താവെന്ന നിലയിൽ നിതാരയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തണമെന്ന ആവശ്യം പറഞ്ഞപ്പോൾ സംശയിച്ചിരുന്നു അവനെ. പക്ഷെ അവനാ സംശയത്തെ പണം കൊണ്ട് തുടച്ചു നീക്കി. അടുത്ത പടി നിതാരയ്ക്ക് മദ്യം കൊടുത്ത് വശത്താക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ വർഷ എതിർത്തു. കഴിയില്ല തനിക്കതിനെന്ന് ഉറക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും പറഞ്ഞവനെ സമ്മതിപ്പിക്കാൻ അവന് സാധിച്ചു. പതിയെപ്പോഴോ അവളും മനസ്സിലാക്കി പണത്തിന്റെ നിറം, അല്ലെങ്കിൽ അതവളെ ഭ്രമിപ്പിച്ചു. ഒടുക്കം നിതാര പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായി. 2 വർഷം കൊണ്ടവർ നേടിയെടുത്തതാണ് ദേവു വെറും 2 മാസം കൊണ്ട് അവരിൽ നിന്ന് തട്ടിപ്പറിച്ചത്, നിതാരയെ. ഒടുക്കം ദേവുവിനെ കൊല്ലാൻ വേണ്ടിയുള്ള വിഷക്കുപ്പിയുമായി മുന്നിലെത്തിയ ജിതിനോടവൾ പൊട്ടിക്കരഞ്ഞു.
ഇനിയും എന്തെങ്കിലും പാതകം ചെയ്താൽ താൻ ഇല്ലാതായി പോകുമെന്ന് അവൾ ഭയന്നു പോയി. അന്നുറക്കെ ശക്തിയിൽ ജിതിൻ അവളുടെ കരണമടിച്ചു പൊട്ടിച്ചു. ഏറെ ദേഷ്യത്തോടെ കടന്നുപോയവൻ നീ വെറും കറിവേപ്പിലായിരുന്നടി എന്നലറി പറഞ്ഞപ്പോൾ വർഷയ്ക്ക് സ്വയം കോപം തോന്നിപ്പോയി. അറിയാതെയെങ്കിലും ഇവനെയാണല്ലോ പ്രണയിച്ചത്. ഓർമ്മകളിൽ ഉരുകിയിരിക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് ദേവകിയമ്മയും ദേവുവും ഒപ്പം നിതാരയും കടന്നു വരുന്നത് കണ്ടത്. നിതാരയെ കണ്ടതും വർഷയുടെ കണ്ണൊന്ന് ചുരുങ്ങി. എന്നായാലും അവൾക്ക് മുന്നിൽ പിടികൊടുത്തേ തീരും. അതിപ്പോഴായാലോ? ദേവനും നന്ദനും ഒപ്പം വരുൺ കണ്ട സ്വപ്നം, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ, നാട്ടുകാർക്ക് മുന്നിൽ അവൾ എങ്ങനെയാകും തന്നോട് പ്രതികരിക്കുക എന്ന ചിന്തയിൽ വർഷ ഉരുകി ഒലിച്ചുപോയി. ഒടുവിൽ അവിടെ നിന്ന് ആരോടും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. പക്ഷെ ആരും കാണാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന വർഷയെ തിരക്കിനിടയിലും ദേവ് കണ്ടിരുന്നു. അവൾ ആ കാഴ്ച നിതാരയെ പതിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പാക്കി ഓടിപ്പായുന്ന വർഷയെ പുച്ഛത്തോടെ നോക്കിപ്പോയി നിതാര. ഉദ്ഘാടനമൊക്കെ ഭംഗിയിൽ നടന്നു. ഇടയ്ക്ക് ചേച്ചിയെ കാണാതെ ഫോൺ വിളിച്ച വരുണിനോട് ഓഫീസിൽ അത്യാവശ്യ കാര്യമെന്ന് നുണ പറഞ്ഞു വർഷ. എത്ര നാളിങ്ങനെ നുണ പറഞ്ഞ് രക്ഷപ്പെടും? സ്വയം ചോദിച്ചു പോയവൾ. ഒടുക്കം എന്തും വരട്ടെ എന്ന് പറഞ്ഞ് തന്നെ ഇറങ്ങി നന്ദാവനം വീട്ടിലേക്ക്. നന്ദിത് ചന്ദ്രശേഖരനെ കാണുവാൻ. എന്തിന് തന്നെ ഇങ്ങനെ കരുവാക്കി? ഇത്രയും വലിയ കുറ്റം നിതാരയോട് ചെയ്തുവെന്ന് ചോദിക്കാൻ. ഉദ്ഘാടനം ഗംഭീരമായി കഴിഞ്ഞു. നന്ദന്റെ അച്ഛന്റെ ജുവലറിയിലെ സ്ഥിരം കസ്റ്റമറായ ഗോവിന്ദക്കുറുപ്പിന്റെ കൊച്ചുമകളുടെ 1ാം പിറന്നാൾ തന്നെയാണ് SVN ഈവൻസിന് ആദ്യമായി കിട്ടിയ വർക്ക്. സിംഗപ്പൂരിൽ ബിസിനസ് ചെയ്യുന്ന ഗോവിന്ദക്കുറുപ്പിന്റെ മകളും ഭർത്താവും അവരുടെ കുഞ്ഞും ഹൈദരാബാദിൽ സെറ്റിൽഡ് ആണല്ലോ. ഇതിനിടയ്ക്ക് പലതവണ ദേവന്റെ കണ്ണ് നിതാരയിലേക്ക് പാറി വീണു. എത്ര ശ്രമിച്ചിട്ടും നോക്കാതിരിക്കാൻ സാധിക്കാത്തതുപോലെ ദേവുവിനെ പോലെ ചിരിച്ചുല്ലസിച്ചവൾ നടക്കുകയാണ് ഒരു തുമ്പിയെ പോലെ. ദേ നിരഞ്ജൻ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നേരം കുറേയായി എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു. തനിക്ക് അവിടെ ഒന്ന് കൊഞ്ചിയാ മതിയല്ലോ. എടോ, തനിക്ക് മനസാക്ഷി ഉണ്ടോടോ മണ്ടൻ കടുവേ? മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ മെയ് ചെക്ക് ചെയ്യുമ്പോൾ ചെവിയോട് ചേർത്ത് വെച്ചിരുന്ന ഫോണിൽ എന്നോട് ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെടാനുള്ള കാരണവും ഉണ്ടല്ലോ. അവളുടെ ജോലി തിരക്കുകൾ തീർത്തു വരുമ്പോഴാണ് നിരഞ്ജൻ കുറച്ചധികം മെയിൽ കൂടി അവൾക്ക് ഫോർവേഡ് ചെയ്തു കൊടുത്തത്. അതിന്റെ കലിപ്പ് മുഴുവനുണ്ട് കുട്ടിക്ക്. പോരാത്തതിന് അതിന്റെ ഇടയിൽ കൂടി ഫോൺ വിളിച്ച് കിന്നാരം പറച്ചിലും. അച്ചോടി, എന്റെ പൊന്നെന്തിനാ ചൂടാവുന്നത്? പിന്നെന്റെ അളിയൻ അവിടെ ഉണ്ടോ? അവനെയാണോ നീ മണ്ടൻ കടുവയെന്ന് വിളിച്ചത്? പാവം എന്റെ അളിയനെ അങ്ങനെയൊന്നും വിളിച്ചേക്കല്ലേ കേട്ടോ. നിരഞ്ജൻ ചിരി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. ഇവനോടൊന്നും മിണ്ടിയിട്ട് കാര്യമില്ലെന്നർത്ഥത്തിൽ അവളൊന്നും മിണ്ടിയില്ല. പക്ഷെ ആ വഴി കടന്നുപോയ ഷീന മാഡം അവളെ ഒന്ന് തുറച്ചു നോക്കി. ഇവൾ ആരോടാണ് ഈ ഫോൺ വിളി? വന്നപ്പോഴേ MDയെയും വാസുദേവൻ സാറിനെയും കയ്യിലെടുത്തല്ലേ അഹങ്കാരി. അവരങ്ങനെയൊന്ന് ചിന്തിക്കാതിരുന്നില്ല. അല്ലെങ്കിലും ഷീന മാഡത്തെ പോലെ 1-2 പേര് ആ ഓഫീസിലുമുണ്ട്. പക്ഷെ അവരെല്ലാം പ്രായമുള്ള അമ്മച്ചിമാരാണ്. അവരെക്കാൾ എത്രയോ ജൂനിയറായ ശിഖന്യയ്ക്ക് അവിടെ കിട്ടുന്ന പരിഗണന അവർക്കിഷ്ടാകുന്നില്ല. അത്രേ ഉള്ളു പ്രശ്നം. ജോയിൻ ചെയ്ത് 3 മാസത്തിനകം കമ്പനി വാർഷികത്തിലെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ഇയറിലെ ഫ്ലാറ്റ് സമ്മാനം. അതിനകം മറ്റു പലരെക്കാളും ശമ്പള വർധനയും. ആർക്കായാലും തോന്നുന്ന അസൂയ അത്രേ ഉള്ളൂ. അയ്യടാ, എടോ മിസ്റ്റർ നിരഞ്ജൻ വാസുദേവ് വർമ്മ, താനാടോ മണ്ടൻ കടുവ? അവൾ ഒച്ച താഴ്ത്തി പയ്യെ പറഞ്ഞു. അപ്പോഴാണ് അവൾക്കപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ചേർലിരിക്കുന്നവർ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയത്. അവൾ കാര്യം മനസ്സിലാകാതെ അവരെയൊക്കെ ഒന്ന് നോക്കി. അവരുടെ നോട്ടം പോകുന്ന മെയിൻ ഡോറിലേക്ക് നോക്കി. അതാ അവിടെ ഫോർമൽ ഷർട്ടൊക്കെ ഇട്ട് ഇൻ ചെയ്ത് കിടിലൻ ഗെറ്റപ്പിൽ കയറി വരുന്ന നിരഞ്ജൻ. അവനെയാണ് എല്ലാവരും വിഷ് ചെയ്യുന്നത്. നനുത്ത പുഞ്ചിരിയോടെ എല്ലാവരെയും വിഷ് ചെയ്തവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് അവളെ കടന്നുപോയി. അപ്പോഴും ഫോൺ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അവളാകട്ടെ ആ ഫോൺ ചെവിയോട് ചേർത്ത് അമ്പരപ്പ് മാറാതെ നിന്നുപോയി. എങ്ങനെ അമ്പരക്കാതിരിക്കും? രാവിലെ കൂടി ഫോൺ വിളിച്ചപ്പോ, എന്തിനേറെ 1 മണിക്കൂറിലധികമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അവനൊന്നും പറഞ്ഞിരുന്നില്ല കേരളത്തിൽ നിന്ന് ഹൈദരാബാദ് എത്തിയിട്ട് മണിക്കൂറുകളായെന്ന്. പരിഭവത്തോടെ സീറ്റിലേക്ക് ഇരിക്കുമ്പോഴാണ് ഫോണിലൂടെ വീണ്ടും അവനൊന്ന് കൊഞ്ചിയത്. എടോ ദേവൂട്ടി. അവന്റെ വിളി കേട്ടതും വീണ്ടും അവളിൽ പരിഭവം വർദ്ധിച്ചു. അവൾ ഫോൺ കട്ട് ചെയ്ത് കുറച്ചങ്ങ് നീക്കി വെച്ചു. ക്യാമറയിലൂടെ അവളുടെ പരിഭവിച്ച കൂർത്ത മുഖം കണ്ടതും അവനൊന്ന് പൊട്ടിച്ചിരിച്ചുപോയി. അതൊന്ന് കാണാൻ വേണ്ടിയാണല്ലോ അവളോടൊരു വാക്കും മിണ്ടാതെ അവൻ രായ്ക്ക് രാമായണം കേരളത്തിൽ നിന്ന് വിമാനം കയറിയത്. കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിരഞ്ജൻ ശ്രേയയെ വിട്ടവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു.
ദേവു ആകട്ടെ കൊന്നാലും ഞാൻ തന്നോട് മിണ്ടില്ലടോ എന്ന ഭാവത്തിലാണ് അങ്ങോട്ട് കയറി ചെന്നത്. അവൻ്റെ ക്യാബിനിലേക്ക് കയറി പോകുന്നിടമൊക്കെയും മറ്റ് സ്റ്റാഫ്സിനെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവൾ അതൊന്ന് നോക്ക് ചെയ്തു. ഇല്ലെങ്കിൽ ഇടിച്ചു കയറി ചെന്നേനെ അവൾ. റിവോൾവിംഗ് ചെയറിൽ അമർന്നിരുന്ന് അവളെ നോക്കി പുഞ്ചിരിക്കുന്ന അവനെ കൈയും കെട്ടി നിന്ന് അവളൊന്ന് തുറച്ചു നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരിയെ പ്രഭയൊന്ന് നോക്കി. ഇല്ല, മുൻപ് എവിടെയും കണ്ടിട്ടില്ല. സാധാരണ ഒരു ചുരിദാർ ധരിച്ച് ഒരു 30 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു അവൾ കൈകൾ ചുമലിട്ട ബാഗിൽ തേരി പിടിക്കുന്നുണ്ട്. മുഖത്താകട്ടെ പരിഭ്രമം. വാട്ട് യു വാണ്ട്? ആരാണെന്നറിയാത്തത് കൊണ്ട് തന്നെ പ്രഭ അങ്ങനെയാണ് ചോദിച്ചത്. മാഡം, ഞാൻ വർഷ. എനിക്ക് നന്ദിത് സാറിനെ ഒന്ന് കാണണമായിരുന്നു. അവൾ പറയുന്നത് കേട്ട് പ്രഭ പറഞ്ഞു. നന്ദൻ ഓഫീസിൽ പോയല്ലോ. കുഴപ്പമില്ല, ഇയാൾ കയറിയിരിക്കെ, ഞാൻ നന്ദനെ വിളിക്കാം. പ്രഭ പറഞ്ഞു. ഓഫീസിൽ പോയി കണ്ടാലോ എന്ന് വർഷ ഓർത്തെങ്കിലും അവനോട് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ വീട് തന്നെയാണ് സൗകര്യം എന്നവൾക്ക് തോന്നി. പ്രഭ പറഞ്ഞതുപോലെ അകത്തേക്ക് കയറിയ വർഷയുടെ കണ്ണ് പതിഞ്ഞത് ചുമരിൽ പതിപ്പിച്ച സുന്ദരിയുടെ വലിയ ഛായാചിത്രത്തിലേക്കാണ്. നന്ദനയുടെ. വർഷ പതിയെ അവിടെ ഉണ്ടായിരുന്ന ഇരിപ്പിടത്തിലേക്കിരുന്നു. തൊട്ടടുത്ത നിമിഷം ഹാളിലിരുന്ന പ്രഭയുടെ ഫോൺ ഉച്ചത്തിൽ ബെല്ലടിച്ചു. പെട്ടെന്ന് വർഷയൊന്ന് ഞെട്ടിപ്പോയിരുന്നു. പക്ഷെ പ്രഭ ഫോൺ എടുത്ത പാടെ നന്ദൻ അലറി. അവിടെ വന്നവൾ എന്താ പറഞ്ഞത്? ഒന്നുമില്ല നന്ദൻ, തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അവൾ എന്തെങ്കിലും കടന്ന് പ്രഭയോട് പറയുമെന്ന് അയാൾ ഭയന്നിരുന്നു. അതുകൊണ്ടാണല്ലോ ക്യാമറയിൽ വർഷയെ കണ്ടപാടെ ധൃതി പിടിച്ചവളെ വിളിച്ചതുപോലും. നിതാരയെ ഉപദ്രവിക്കുന്നതല്ല എന്നല്ലാതെ പ്രഭയ്ക്ക് മറ്റൊന്നും അറിയില്ല. എന്തിനേറെ പേരല്ലാതെ ആരാണ് നിതാര എന്ന് പോലും അറിയില്ല. സ്വന്തം ചോരയാണെന്ന് പോലും. നന്ദൻ സ്വരം മയപ്പെടുത്തി പ്രഭയോട് പറഞ്ഞു. ശരി, അവളോട് പറയേ, ഞാനൊരു 5 മിനിറ്റിൽ വരും. പ്രഭയത് വർഷയോട് പറയെ പരിഭ്രമത്തോടെ വർഷയൊന്ന് ശ്വസിച്ചു. ദേവുവിന് നന്നായി തലവേദനിക്കുന്നുണ്ടായിരുന്നു. പനിയുടെ ലക്ഷണമാവും. അവൾ സ്വയം പറഞ്ഞുപോയി. പനി വരുമ്പോഴാണല്ലോ അവൾക്ക് കടുത്ത തലവേദന വരുന്നത്. മാത്രമല്ല 3-4 ദിവസം ഉറക്കമില്ലാത്ത വിധം ജോലിയും ഉണ്ടായിരുന്നല്ലോ. നിരഞ്ജൻ ക്യാബിനിലിരുന്ന് അവളെ തന്നെ നോക്കിയിരുന്നു. ദേവുവിന്റെ മുഖം ചുളിയുന്നതും ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് കൈ കൊടുക്കുന്നതുമൊക്കെ അവൻ കാണുന്നുണ്ടായിരുന്നു. അവളുടെ അസ്വസ്ഥത മനസ്സിലാക്കി ദേവുവിനെ ക്യാബിനിലേക്ക് വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് വസുദേവന്റെ കോൾ വന്നത്. അച്ഛനും അമ്മയും ഇപ്പോഴും തറവാട്ടിലാണ്. ഇനിയേ വരികയുള്ളൂ. പിന്നെന്താണാവോ? അവൻ ഫോൺ എടുത്തു. ഞാൻ വിളിച്ചത് നിന്റെ തീരുമാനം അറിയാനാ മോനെ. കോൾ എടുത്ത പാടെ വാസുദേവൻ പറഞ്ഞത് കേട്ട് അവനൊന്നും മനസ്സിലാകാതെ ചോദിച്ചു. എന്ത് തീരുമാനം അച്ഛാ? അമ്മ പറഞ്ഞതുപോലെ നിങ്ങളുടെ കല്യാണം വേഗം നടത്തണം. കൂടിപ്പോയ 3 മാസം, അതിനപ്പുറം നീട്ടാൻ വയ്യ. ശിഖന്യമോൾക്ക് ഓക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ അവളുടെ തറവാട്ടിൽ പോയി ചോദിക്കട്ടെ. ഇല്ലെങ്കിൽ അമ്മ നിന്നെ സാന്ദ്രയെ കൊണ്ട് കെട്ടിക്കും. ആദ്യമൊക്കെ ഗൗരവമായിരുന്നെങ്കിൽ അവസാന വാചകം ചിരിയോടെയാണ് അയാൾ പറഞ്ഞത്. അച്ഛ, 1-2 മാസം കൂടി എനിക്കൊന്ന് സമയം താ. ഞാൻ കമ്പനിയിൽ കയറിയിട്ട് 6 മാസമല്ലേ ആകുന്നുള്ളൂ. ഞാനൊന്ന് പിടിച്ചു നിന്നോട്ടെ. അവൾക്കും അതാ താല്പര്യം. നിരഞ്ജൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. പിന്നെ മോനെ, എപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞ് ജീവിതം തീർക്കരുത്. അതൊന്നേ ഉള്ളൂ, അത് ജീവിച്ച് തന്നെ തീർക്കണം കേട്ടോ. സ്നേഹത്തോടെ ഉപദേശം നൽകി ഫോൺ വെച്ച അയാൾ. അതിന്റെ ആവശ്യം നിരഞ്ജൻ ഇല്ലെന്നയാൾക്കറിയാം. എങ്കിലും ഒരു കരുതൽ. നിരഞ്ജൻ വേഗം തന്നെ ദേവുവിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അവളാകെ വാടി തളർന്നു പോയിരുന്നു. എന്താടാ, വയ്യേ? ഏറെ സ്നേഹത്തോടെ പയ്യെ എഴുന്നേറ്റവളുടെ കൈത്തണ്ടയിൽ പിടിച്ചവൻ ചോദിച്ചു. വയ്യ, തലവേദനിക്കുന്നു. അവളുടെ മുഖത്തുണ്ട് വയ്യായിക അത്രയും. ചെറിയൊരു തലവേദന, ഒരു പനി, അതൊക്കെ മതി ആ പാവം പെണ്ണങ്ങ് വാടിപ്പോകാൻ. പനിയുണ്ടോ എൻ്റെ പൊന്നിന്? അവൻ അലിവോട് അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. ചെറിയ ചൂടുണ്ട്. ഒരു കാര്യം ചെയ്, ഉച്ച കഴിഞ്ഞല്ലോ, നീ ഫ്ലാറ്റിലേക്ക് പോയിക്കോ. പോയെന്ന് റെസ്റ്റ് എടുക്ക്. നിരഞ്ജൻ അവളോട് പറയവേ അവളില്ലെന്ന് തലയാട്ടി. 1-2 ഫയൽ കൂടി ഉണ്ട് നിരഞ്ജൻ, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിക്കോളാം. വേണ്ട, നിനക്കത്രയ്ക്ക് നിർബന്ധമാണേ ഞാൻ ചെയ്തോളാം. നീ ഫ്ലാറ്റിലേക്ക് പോയിക്കോ. അല്ലേ വേണ്ട, ഞാൻ കൊണ്ടാക്കാം. നിരഞ്ജൻ വേഗം ടേബിളിൽ നിന്ന് കാറിന്റെ കീ എടുത്തു. വേണ്ട, താൻ ഇനി വന്ന് ബുദ്ധിമുട്ടണ്ട, ഞാനൊരു ക്യാബ് പിടിച്ച് പോയിക്കോളാം. അവൾ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഓഫീസാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നുള്ള ചിന്ത. ദേവു അവനെ ഒന്ന് നോക്കിയിട്ട് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോയി. നിരഞ്ജൻ അടയുന്ന വാതിലിലൂടെ അവൾ പോകുന്നതും നോക്കി നിന്നു. സ്നേഹത്തോടെയുള്ള, പ്രണയത്തോടെയുള്ള അവരുടെ അവസാന കൂടിക്കാഴ്ചയാണതെന്ന് അവൻ അറിഞ്ഞില്ലപ്പോ. അറിയാതെ നെഞ്ചൊന്ന് കുത്തി വലിക്കും പോലെ തോന്നിയവന്.